ആ ഫിറോസേ, എന്താ എത്ര കാലായി ഇപ്പൊ എന്റെ ഒരു കോളൊക്കെ വന്ന്. എന്താ ഇക്കൊല്ലം വരുന്നുണ്ടോ? ഈ ഒരു 3 കൊല്ലമായില്ലേ എങ്ങനെ പോയിട്ട്. വരികയാണെങ്കിൽ ഇക്കൊല്ലം വരണം, അത് ഈ മാസം വരണം. വിനീത ഇതൊന്നും വല്ലാതെ എഴുതി കൂട്ടണം. ഇത് എഴുതി കൂട്ടുന്ന ഇതിപ്പോ ഞാൻ കയറിയ വീടുകളിൽ നിന്നൊക്കെ കിട്ടിയ സംഭവങ്ങളാണ് ഇപ്പൊ ഇത്. ഓരോ വീട് വേണം, റോഡ് വേണം, അതുപോലെ തന്നെ കുടിവെള്ളം വേണം. അതുപോലെ തന്നെ എന്റെ പ്രത്യേകത എന്താ വെച്ചാലേ, ആര് പറഞ്ഞാലും ആ പറഞ്ഞ സാധനം അപ്പ നോട്ട് ചെയ്തു അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. പിന്നെ മെമ്പർ ആവോളെ നമ്മൾ ഈ പാനും ബുക്കും നമ്മൾ കൊണ്ടുനടക്കണം. സ്ഥാനാർത്ഥി ആവുമ്പോ ഞാൻ സ്ഥാനാർത്ഥി കുപ്പായിട്ടേക്കണ ഞാൻ ആദ്യം പോയത് കൊടുക്കുക ബുക്ക് സ്റ്റാൾക്കല്ലേ, ഒരു ബുക്കും നല്ലൊരു പാനും കൊടുക്കും. പോണ വീട്ടുകളിൽ നിന്നൊക്കെ അവർ പറയുന്ന സാധനങ്ങൾ ക്രമത്തിൽ ഓലെ മുന്നിൽ തന്നെ ചെയ്താണ്. പിന്നെ കുറച്ച് സാധനം ഇവിടെ വെച്ചിട്ട് ഞാൻ ചെയ്തും. ഞാൻ എന്താ വെച്ചാൽ മറ്റുള്ള വീട്ടിൽ പോകുമ്പോ അതൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള ഞാൻ ഇത് വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം. പണിയെടുക്കാൻ തുടങ്ങിയാണ്. അതിനിപ്പൊ തന്നെ ഈ പണിയെടുത്ത് കഴിഞ്ഞാലേ മെമ്പറായി കഴിഞ്ഞാ ഇതിങ്ങനെ പിടിക്ക. വല്ലാത്ത ജാതി ഇതൊക്കെ കുറെ ഐഡിയകൾ പഠിക്കാണ്ട് ഇജിന്റെ വല്ലാത്ത ജാതിയാണ്. നിങ്ങളെമാരത്തെ ഉടായ്പകൾക്കാണല്ലോ ഈ നാട്ടുകാർ വരിന്ന് വോട്ട് കിട്ടുന്നത്. ഓലൊക്കെ ഒരു അവസ്ഥ. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ഗെയിമാ, ഒരു കളിയാണ്. മനസ്സിലാവില്ല. അപ്പൊ ജനങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഞാൻ 200 വോട്ടിന് ജയിക്കും. സംഭവം കേരളം പ്രബുദ്ധരായ കേരളമാണ്, മറ്റതാണ് മറിച്ചാണ്, സാക്ഷരത കേരളം തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ഈ ഉടായ്പ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളെപ്പോലത്തെ ആളുകൾ ജയിക്കണത് നിങ്ങളെപ്പോലത്തെ ആളുകൾ വോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ പ്രബുദ്ധരല്ലാന്ന് പറയണ്ട, ഓലെല്ലാം അറിയുന്നുണ്ട്. അപ്പൊ നിങ്ങള് വിചാരിക്കണ മാതിരി അത്ര ഈസി ആവില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, പൊളിറ്റിക്സിന് ഒരു ടെക്നിക്ക് ഉണ്ട്. അത് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ യൂണിവേഴ്സിറ്റി പോയാലൊന്നും നിങ്ങൾക്ക് പഠിയില്ല. വല്ലാത്ത ജാതി പടപ്പുകൾ തന്നെ. ജനങ്ങൾ ഇപ്രാവശ്യം രക്ഷപ്പെടാൻ പോണില്ല. പോട്ടെ.